തൃശൂരിൽ പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി പ്രശ്ലേഷിനെ തൃശൂരിലെത്തിച്ചു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ ദേഹാസ്വസ്ഥത്തെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ മുംബൈയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ എന്താണ് പ്രതിക്ക് സംഭവിച്ചത്? അദ്ദേഹത്തിന് ആരോഗ്യനില എങ്ങനെയുണ്ട്? സോന, ഇന്ന് ഉച്ചയോടുകൂടിയാണ് മുംബൈയിൽ നിന്നും പ്രതിയെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഗുരുവായൂരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പ്രഗ്ലേഷ് നിരന്തരമായി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് എം.എ. മുസ്തഫ എന്ന് പറയുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം വ്യാപാരം നടത്തിയിരുന്ന യുവാവ് ജീവനൊടുക്കിയത്. കഴിഞ്ഞ മാസം 10-നായിരുന്നു സംഭവം. അതിനുശേഷം പ്രഗ്ലേഷ് പ്രദേശവാസിയായ ഒരു യുവതിയെ അമിത പലിശ നൽകാത്തതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശമടക്കം പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ മറ്റൊരു പലിശ ഇടപാടുകാരനായ ദിവേകിനും ഈ വ്യാപാരിയുടെ മരണത്തിൽ പങ്കുണ്ടെന്ന് ബന്ധുക്കൾ പരാതിയായി ഉന്നയിച്ചിരുന്നു. രണ്ടുപേരുടെയും പങ്കാളിത്തം ഈ സംഭവത്തിൽ ഉണ്ടായതിനെ തുടർന്ന് ബന്ധുക്കൾ പരാതി നൽകുകയും കൂടുതൽ വിവരങ്ങൾ തെളിവുകൾ സഹിതം കുറിപ്പുകൾ സഹിതം പോലീസിന് കൈമാറുകയും ചെയ്തതോടുകൂടി രണ്ടാളുകളും ഒളിവിൽ പോവുകയായിരുന്നു. മുംബൈയിലായിരുന്നു പ്രഗ്ലേഷ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ച് പ്രതിയെ മുംബൈയിലെത്തി കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത് പ്രാഥമികമായി ഇയാളെ അവിടുത്തെ കോടതിയിൽ ഹാജരാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി ഗുരുവായൂരിൽ എത്തിച്ചപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടന്നു. അതിനുശേഷം പ്രതിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്ന് പറയുകയും തുടർന്ന് ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഇയാൾ ഇത്ര ദിവസവും ഒളിവിൽ കഴിഞ്ഞത്. മാത്രമല്ല, ഈ പ്രതിയെ കസ്റ്റഡിയെടുത്ത് തൃശൂരിൽ എത്തിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിക്ക് ഉണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ബന്ധുക്കളടക്കം ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പോലീസ് പ്രതിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോടതിയിൽ ഹാജരാക്കാതെ ആശുപത്രിയിലാക്കിയത് എന്നുള്ള ആരോപണങ്ങളും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഏതായാലും പ്രഗ്ലേഷിനെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തതോടുകൂടി ഈ സംഭവത്തിൽ നിർണായകമായ ഒരു അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മറ്റൊരാളെ, അതായത് ഈ മുസ്തഫ എന്ന് പറയുന്ന ജീവനൊടുക്കിയ പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ജീവനൊടുക്കിയ ഗുരുവായൂർ സ്വദേശി മറ്റൊരു തരത്തിൽ ഭീഷണിപ്പെടുത്തിയ ദിവേകിനെ കണ്ടെത്താൻ പോലീസിന് ഇനിയും സാധിച്ചിട്ടില്ല. ഏതായാലും ഒരു മാസത്തിനടുത്തായി സംഭവം നടന്ന് അത്രയും ദിവസങ്ങൾ പിന്നിട്ടും ഈ പ്രതികളിൽ ഒരാളെ കണ്ടെത്താനാവാത്തതിനെതിരെയും ബന്ധുക്കൾ പരാതിയും വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഇവർ രണ്ടുപേരും ഈ മുസ്തഫയിൽ മാത്രം ഒതുങ്ങുന്ന നിലയിലല്ല പലിശ ഇടപാടുകളുടെ പേരിൽ ആളുകളെ ഭീഷണിപ്പെടുത്തുകയും സ്വത്തുക്കളും അമിതമായി പണവും ഒക്കെ കൈക്കലാക്കുകയും ചെയ്തിട്ടുള്ളത്. നിരവധിയായ ആളുകൾ പ്രദേശത്ത് ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് ഇവരെ തുടർന്ന് നേരിട്ടിട്ടുണ്ട്. സാമ്പത്തികമായ പ്രശ്നങ്ങളുടെ പേരിൽ ഒരു സഹായം എന്നുള്ള നിലയിൽ കടം വാങ്ങുന്ന ആളുകളിൽ നിന്നും അമിതമായ പലിശ ഇത്തരത്തിൽ ഈടാക്കുന്നവർ ആണ് ഇവർ രണ്ടുപേരും എന്നുള്ള പരാതികൾ ഇതിനോടകം തന്നെ നിരവധി പേർ ഉന്നയിച്ചിട്ടുണ്ട്. ജീവനൊടുക്കിയ എം.എ. മുസ്തഫയുടെ സംഭവത്തിൽ തന്നെ 12 ലക്ഷം രൂപയാണ് രണ്ടുപേരിൽ നിന്നുമായി കടം വാങ്ങിയിട്ടുള്ളത്. വിജയനാണ് തൃശ്ശൂരിൽ നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.